നമസ്കാരം പ്രിയ കർഷക സുഹൃത്തുക്കളെ. ഞങ്ങൾക്ക് ഇതുവരെ ഇവിടെ ഒരു മഴ കിട്ടിയില്ല. മണ്ണെല്ലാം ഉണങ്ങിക്കിടക്കുന്നു. ഉള്ള വെള്ളത്തിൻ്റെ സംവിധാനങ്ങളെല്ലാം തീർന്നുകൊണ്ടിരിക്കുന്നു. വെള്ളം പറ്റിക്കൊണ്ടിരിക്കുന്നു. ഇതുവരെ ഈ ചെടികൾ വലിയൊരു ഉണക്കൊന്നും ബാധിക്കാതെ ഈ ഒരു കണ്ടീഷൻ ഈ സമയത്ത് ആക്കി നിർത്താൻ സാധിച്ചു. മാർച്ച് മാസം തീരാറായി വരുന്നു. ഈ ചെടി ഇങ്ങനെ നിൽക്കുന്നതിൽ മെയിനായിട്ടുള്ളൊരു ഘടകമെന്ന് പറയുന്നത് ഇതുപോലെ ചിമ്പടിച്ചതും ചെടിയുടെ ആ പച്ചപ്പും എല്ലാം ഈ മണ്ണിൽ നല്ലപോലെ ബയോ കൊടുത്തതിൻ്റെ ഒരു റിസൾട്ടാണ്. നല്ലപോലെ ബയോ മണ്ണിൽ കൊടുക്കുകയും അതുപോലെ തന്നെ ഈ എല്ലുപൊടി ഇട്ട് ചെടിക്ക് മണ്ണ് ഇട്ട് കൊടുക്കുകയും പിന്നെ നല്ലപോലെ ഷെയ്ഡും ഒക്കെ വെട്ടി കവാത്തും ഒക്കെ എടുത്ത് കംപ്ലീറ്റ് മൾച്ചിങ്ങും എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ചെടി ഈ ഒരു ഗ്രോത്തിൽ വന്നു. പിന്നെ ഒരു DAP കൊടുത്തു. DAP പൊട്ടാഷ് എല്ലാം കൂടി ഒരു ഡ്രഞ്ചിങ് കൊടുത്തു. ഇപ്പോൾ ഈ ചുവട് നനഞ്ഞ് നിൽക്കുന്നത്, ചെടിയുടെ ചുവട് മാത്രം നനഞ്ഞ് നിൽക്കുന്ന ഒരു MAP SOP നോവാഡ് ഗിൽഡ് എല്ലാം കൂടി ഒരു ഡ്രഞ്ചിങ് കൊടുത്താണ്. അതിൻ്റെ എല്ലാം ഒരു പരിപൂർണമായിട്ടുള്ളൊരു റിസൾട്ടിലോട്ട് വരണമെങ്കിൽ നമുക്കൊരു നല്ല മഴയും കൂടി കിട്ടണം. അതുപോലെ ഈ മെച്ചുറായ കംപ്ലീറ്റ് ചിമ്പുകൾക്കും പുതിയ ചിമ്പും അടിച്ചു. അതിനെല്ലാം ശാരവും ഉണ്ടായി വരുന്നുണ്ട്. അതിലെനിക്ക് കൊടുത്തതിൽ ഏറ്റവും റിസൾട്ടായിട്ട് തോന്നുന്നത് ഈ ബയോ കൺസോർഷ്യം തന്നെയാണ്. ഈ ട്രൈക്കോ സ്യൂഡോ വാം NPK അങ്ങനത്തെ സാധനങ്ങളുടെ കോമ്പിനേഷൻ. അതൊരു 2 പ്രാവശ്യം ഒരു 10, 12 മുതൽ 15 ലിറ്റർ വരെ ഒരു ചെടിക്ക് കിട്ടുന്ന രീതിയിൽ നമ്മൾ ഡ്രഞ്ചിങ് ആയിട്ട് കൊടുത്തു. ഈ ചപ്പിനകത്തുകൂടി കംപ്ലീറ്റ് അതുകൊണ്ട് നല്ല വേരുകളായി. പൊടി ചല്ലി വേരുകൾ, ഇങ്ങനത്തെ വേരുകൾ വന്നു കഴിയുമ്പോൾ തന്നെ ചെടിക്ക് നല്ല ആരോഗ്യമായി. അതുകൊണ്ട് ഈ തീർന്നു നിന്ന വേരുകളെല്ലാം ജീവൻ വെച്ചു. ആ വേരുകൾ ഇപ്പം നല്ലപോലെ സപ്പോർട്ട് ചെയ്ത് കൊടുത്തപ്പോഴത്തേക്കും മണ്ണിൽ നമ്മൾ കൊടുക്കുന്ന വളവും ചെടിക്ക് നല്ലപോലെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ആ പച്ചപ്പ്, ചെടിക്ക് വെള്ളം കുറവാണേലും ഉള്ള വെള്ളം ചെടിക്ക് അത് വലിച്ചെടുത്ത് ചെടിക്ക് ആവശ്യത്തിന് വെള്ളം കിട്ടുന്നുണ്ട്. പിന്നെ ചെടി കൂടുതൽ വേർക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ഈ നോവാഡ് തന്നെ PRS അതും സിലിക്കായും കൂടി സ്പ്രേയിങ് ഒരെണ്ണം കൊടുത്തു. പിന്നെ ഈ ആഴ്ച മഴ കിട്ടിയില്ലെങ്കിൽ ഇന്നലെ അടുത്ത സമീപ പ്രദേശങ്ങളിലെല്ലാം പെയ്തു. കഴിഞ്ഞ ദിവസങ്ങളിൽ ബാക്കി എല്ലാ സ്ഥലങ്ങളിലും മഴ പെയ്തു. ഇന്നലെ ഇവിടെ ഒരു മഴ തൂളി വന്നിട്ടങ്ങ് പോയി. ഞങ്ങൾക്കിവിടെ ഈ വണ്ടമ്മേട്, പുറ്റടി, അണക്കര മേഖലകളിലൊന്നും തന്നെ മഴ കിട്ടിയില്ല. ഇനിയിപ്പോൾ ഒരു നല്ലൊരു മഴയും കൂടി കിട്ടുവാണെങ്കിൽ നല്ല ഒരു ഗ്രോത്തിങ് കണ്ടീഷനിലോട്ട് വരും. മഴ കിട്ടിയില്ലെങ്കിൽ ശകലം പ്രയാസമാണ് ഈ പച്ചപ്പൊക്കെ നിലനിർത്തുക എന്നുള്ളത്. നല്ല വേര് കണ്ടീഷനായിട്ട് നിൽക്കുന്നു. പിന്നെ ഫംഗിസൈഡുകൾ കൊടുക്കാതെ നല്ലപോലെ സ്യൂഡോമോണസ് തന്നെ കുറേ റൗണ്ടുകളായിട്ട് സ്യൂഡോമോണസ് സ്പ്രേ എല്ലാ മരുന്നിൻ്റെ കൂടെയും കൊടുക്കുന്നതിൻ്റെ ഒരു ഇതാണ്. ചെടിക്ക് ഇപ്പോൾ ചെറിയൊരു യെല്ലോ ഷെയ്ഡ് കയറി വരുന്നുണ്ട്. എങ്കിലും ഫംഗിസൈഡ് തുടർച്ചയായിട്ട് ഫംഗിസൈഡ് അടിക്കുന്ന തോട്ടങ്ങളിലെക്കാട്ടിലും നല്ലതായിട്ടുള്ള ഒരു പച്ചപ്പ് മൊത്തത്തിൽ ചെടിക്ക് ഈ തോട്ടത്തിൽ കാണാൻ സാധിക്കും. പിന്നെ പുതിയ ശരമൊക്കെ ആണെങ്കിലും നല്ല ചൊറിപ്പേനൊന്നും ഇല്ലാതെ, ഫംഗസ് ബാധയോ ഒരു ബാക്ടീരിയ ഇൻഫെക്ഷൻ ഒന്നും ഇല്ലാതെ ഫ്രഷായിട്ടാണ് നിൽക്കുന്നത്. എന്നതാണേലും ഒരു മഴ കിട്ടാതിരിക്കില്ല. ഒരു ഒറ്റ മഴ കിട്ടിക്കഴിഞ്ഞാൽ അത്യാവശ്യം വെള്ളത്തിൻ്റെ ഡാമിൽ പറ്റിക്കൊണ്ടിരിക്കുന്ന വെള്ളമൊക്കെ ഒരു 10-15 ദിവസമായാലും നമുക്ക് ഒരു ക്യാപ്പ് കിട്ടും.
നമുക്ക് വെള്ളത്തിന് വലിയ പ്രശ്നമില്ലാതെ നിൽക്കും. വെള്ളമില്ലാതെ വന്നാൽ ഇത്രയും നീളത്തിൽ ഈ വരുന്ന ഈ ശരങ്ങൾ ഉള്ള ചെടിക്കാണ് ഏറ്റവും കൂടുതൽ ഉണക്ക് ബാധിക്കുന്നത്. ഇത് പെട്ടെന്ന് ഈ ശരം അങ്ങ് ചൊള്ളിപ്പോവും, കമറിലായി പോവും. പിന്നെ അവത്തലൊന്ന് കാ പിടിപ്പിച്ച് എടുത്തുകൊണ്ട് പറഞ്ഞാൽ നമുക്ക് നല്ല കഷ്ടപ്പാടാണ്. പിന്നെ ഇതിന് ചെടിക്ക് ചുറ്റി മണ്ണും ഒക്കെ കൊടുത്ത് ഇതുപോലെ മൾച്ചിങ്ങും ഒക്കെ ചെയ്ത് ഈ വേരും നല്ല ക്ലിയറായിട്ട് നിൽക്കുന്നത് കൊണ്ട് അത്രയും വലിയൊരു ഉണക്കൊന്നും ബാധിക്കുമല്ലോ. ഇനി ഒരു മാസമൊക്കെ ഒന്ന് പിടിച്ച് നിന്ന് കിട്ടിയാൽ മതി. പിന്നെ ചെടി നല്ലപോലെ സെൽഫ് ഷെയ്ഡാണ്, ചെടി നല്ലപോലെ കയറി അടഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ ഉണക്ക് അത്ര അങ്ങോട്ട് ബാധിക്കാൻ സാധ്യത വളരെ കുറവാണ്. പിന്നെ നേരിട്ട് വെയിലടിക്കുന്നിടത്തെല്ലാം നല്ലപോലെ നെറ്റൊക്കെ കെട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നല്ല രീതിയിലുള്ളൊരു ശരവടിയിലോട്ട് ഈ ചെടികൾ വന്നിട്ടില്ല. ഈ നിൽക്കുന്ന ചിമ്പുകളെല്ലാം ഇനി ശരം പൊട്ടാനായിട്ടുള്ളതാണ്. അത് അടുത്ത 2 മാസങ്ങൾക്കുള്ളിൽ അതും ശരം വെളിയിൽ വരാൻ പാകത്തിന് ഉള്ള ഫുഡ്, കൃത്യമായിട്ടുള്ള വളപ്രയോഗം കൊടുത്ത് അതിന് ആ സമയമൊക്കെ ആകുമ്പോഴത്തേക്കും ശരമടിപ്പിക്കാൻ പാകത്തിന് വളർത്തിക്കൊണ്ട് വരും. നല്ലപോലെ വേര് ക്ലിയറാക്കി വളം കൊടുത്തു കഴിഞ്ഞാൽ ഏത് ചെടിക്കും ചിമ്പടിക്കും. ഇതൊക്കെ ഒത്തിരി പഴയ ചെടികളാണ്, ഇളവര ചെടികളൊന്നും അല്ല, പഴയ ചെടികളാണ്. ഈ ചെടികൾക്ക് നമുക്ക് ഈ ഡിസംബർ തൊട്ട് കൊടുത്ത ആ ട്രീറ്റ്മെൻറ്റാണ് ഇതുപോലെ ഒന്ന് ചിമ്പടിച്ച് കിട്ടിയത് ഈ ചെടികൾ. അതിനകത്ത് നെമറ്റോഡിനുള്ള സാധനം മെനറ്റോഡ് കൊടുത്തു. അത് കഴിഞ്ഞ് നോവാട തന്നെ DAP, പൊട്ടാഷ് അങ്ങനത്തെ സാധനങ്ങൾ കൊടുത്തു. ഇതെല്ലാം കൊടുത്തു. അതിൻ്റെ കൂടെ നനയും കൊടുത്ത് ഈ ബയോ കൺസോർഷ്യം കൂടി കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ചെടി ഈ ലെവലിലോട്ട് കയറി വന്നു. ഇതെല്ലാം ഒത്തിരി പഴയ ചെടികളെന്ന് പറഞ്ഞാൽ ഒത്തിരി പഴയ ചെടികളാണ്. അതെല്ലാം 2-3 സ്റ്റെപ്പായിട്ട് അവിടെ ഇവിടെ എല്ലാം ചിമ്മടിച്ച് നിൽക്കുമായിരുന്നു. ഒരു റൗണ്ട് കഴിഞ്ഞ കൊല്ലം കൊടുത്ത EM, ഇനി ഒരു അടുത്ത കൺസോർഷ്യം കൊടുക്കുന്നതിൻ്റെ കൂടെ ഒരു EM ബാക്ടീരിയയും കൂടി കൂട്ടി കൊടുക്കും. പിന്നെ അകത്ത് കുറേയൊക്കെ പൊടിയാതെ നിൽക്കുന്ന ആ കിഴങ്ങുകളും കൂടി പോയി കഴിയുമ്പോഴത്തേക്കും ചെടി ഇത് കംപ്ലീറ്റ് വലിയൊരു ചെടി ആയിക്കോളും. ഇതെല്ലാം പീസായിട്ട് മാറി മാറി നിൽക്കുകയാണ്. അതെല്ലാം മാറി ചെടി ഒരു ഷേപ്പിലോട്ടായിക്കോളും. ആ കിഴങ്ങകത്തിരുന്നാൽ തന്നെ തട്ടമറിച്ചിലും അഴുകിലും പ്രശ്നങ്ങളും എല്ലാം ഉണ്ടാവും. അതെല്ലാം നമ്മൾ ഈ EM അടുത്ത റൗണ്ട് ഒരു മഴ കിട്ടിയിട്ട് അടുത്തൊരു കൺസോർഷ്യം കൊടുക്കാമെന്ന് ഓർത്തുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പം ഡിസംബർ തൊട്ട് ഞാൻ ഇതുവരെ 2 റൗണ്ട് കൺസോർഷ്യം കൊടുത്തു. അതിൻ്റെയാണ് ഈ ചെടിക്ക് ഈ വരുന്ന ചിമ്പിൻ്റെ എല്ലാം ഈ ഒരു കരുത്തും ആരോഗ്യവും ആ ശരവും എല്ലാം. ശരം അങ്ങോട്ട് തെളിഞ്ഞിട്ടില്ല. തെളിയാത്തതിൻ്റെ കാര്യം ഈ ചൂട് കൂടുതലും മഴ കിട്ടാഴികയാണ്. ഒരു മഴയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ശരത്തെല്ലാം കാ പിടിക്കാൻ തുടങ്ങും. ശരമെല്ലാം നല്ല ഫ്രഷ് ശരങ്ങളാണ്. അത് മരുന്നെല്ലാം നോവാട മരുന്നുകൾ തന്നെയാണ് അടിക്കുന്നത്. സൂപ്പർ മിത്ര, ഇപ്പോൾ പുതിയ ഒരു സൂപ്പർ സിസ്റ്റ് എടുത്തു. അങ്ങനെ ഓരോ മരുന്നുകൾ മാറി മാറി നോവാട മരുന്നുകളാണ് അടിച്ചു പോകുന്നത്. ഇതാണ് ചപ്പ് മാറ്റി എവിടെ നോക്കിയാലും ഇതുപോലത്തെ കരുത്തൻ വേരുകളാണ്. ഇതെല്ലാം വേരുകൾ വഴിയിലോട്ട് ഇറങ്ങി വന്നേക്കാണ്, മഴ പെയ്യാതെ തന്നെ. ഇവിടെ ഇലയ്ക്ക് ചെറിയ കരിവലൊക്കെ ഉണ്ട്. അത് നെറ്റ് കെട്ടിയിട്ടും അതിൻ്റെ ഇടയിൽ കൂടിയൊക്കെ ഉള്ള വെയിൽ അതുപോലെ വെയിലടിക്കുന്ന സ്ഥലമാണ്. മരവേ ഇല്ല. അതിൻ്റേതായ ഒരു ക്ഷീണം ചെടിക്കുണ്ട്. ഇങ്ങനെ ചിമ്പും ശരവും ഒന്നിച്ചടിച്ച് വന്നാലോ നമുക്ക് എല്ലാ വർഷവും ഒരുപോലെ ആദായം കിട്ടുന്നുണ്ട്. ഈ ശരമെല്ലാം കായാകുമ്പോഴത്തേക്കും മറ്റേ ഇപ്പോൾ അടിച്ചു വരുന്ന പുതിയ ചിമ്പുകൾ അടുത്ത സ്റ്റെപ്പ് കായ്ക്കുള്ള പണികൾ തുടങ്ങും. അപ്പോൾ അതിന് കൃത്യമായിട്ടുള്ള ന്യൂട്രൻസും വളവും NPK അതുപോലെ തന്നെ മണ്ണിൽ ജൈവാംശവും എല്ലാം കൃത്യമായിട്ടുണ്ടെങ്കിൽ ആ പ്രോസസ്സിങ് അത് നടന്നുകൊണ്ടേയിരിക്കും. ഇത് നല്ല 2-3-4 മഴയൊക്കെ കിട്ടിയ സ്ഥലത്ത് ചെടികൾ നിൽക്കുന്ന പോലെ ഒറ്റ മഴ പോലും കിട്ടാത്ത സ്ഥലത്ത് ചെടികൾ നിൽക്കുന്നുണ്ട്. ഇതുപോലെ വേര് കണ്ടോ, പുതിയ വേരുകൾ
അത് ആ ബയോ മണ്ണിൽ കൊടുത്തതിൻ്റെ മാത്രം റിസൾട്ടാണ്. ഉള്ള വേര് ആ വാമൊക്കെ മണ്ണിൽ നല്ലപോലെ വർക്ക് ചെയ്ത് ചെടിയുടെ ഇവാപ്രേഷൻ കുറയ്ക്കാനായിട്ടുള്ള ഈ നോവയുടെ PRSും എല്ലാം ഒരു 2 ആഴ്ചയായി കൊടുത്തിട്ട് അതിൻ്റെയൊക്കെ ആ ഒരു റിസൾട്ടിലാണ് ഈ ചെടി ഈ ഒരു പച്ചപ്പിൽ ഇതുപോലെ പിടിച്ചു നിൽക്കുന്നത്. ഇത് ഒരു 10 ഏക്കറിൻ്റെ ഒറ്റ പ്ലോട്ടാണ്. ഇത് എല്ലാ ചെടികളും ഒന്നിനൊന്ന് മെച്ചമായിട്ട് നല്ല പച്ചപ്പിലാണ് നിൽക്കുന്നത്. കഴിഞ്ഞ കൊല്ലമൊക്കെ വെള്ളം കംപ്ലീറ്റ് വറ്റിപ്പോയിട്ട് ചെടി തീർത്ത് ഡൗണായി പോയിട്ട് ഈ നവംബർ മാസം തൊട്ട് പണിത് നമുക്ക് ഈ 3-4 മാസം കൊണ്ട് ഈ ഒരു കണ്ടീഷനിലാക്കി എടുക്കാൻ പറ്റി. അപ്പോൾ ഒരു ചെടിക്ക് നല്ലപോലെ പൈസ മുടക്കായി. എങ്കിലും ചെടിയുടെ ഒരു ഷേപ്പിലാക്കി. ഇനിയും ചെടി നല്ല തന്നെത്താനെ വളരാനായിട്ടുള്ള ഒരു വേരും സംവിധാനങ്ങളും ആരോഗ്യവും എല്ലാം ചെടിക്ക് ആക്കി കൊടുത്തു. ഇത് ഇങ്ങനെ വീഡിയോ എടുത്ത് പോയാൽ എല്ലായിടവും ഒരുപോലെ ഇരിക്കും. അപ്പോൾ ഈ ബയോ കൺസോർഷ്യത്തിൻ്റെ കാര്യം ചെയ്ത് നോക്കാത്തവർക്ക് കുറച്ച് സ്ഥലത്തായാലും മേടിച്ച് ട്രയൽ ചെയ്ത് നോക്കാവുന്നതാണ് അതിൻ്റെ ആ റിസൾട്ട്. ഓരോ ചിമ്പിലും 3-4 വെച്ച് ശരം ഉണ്ടായി വരുന്നുണ്ട്. ഇനി അതിന് ആരോഗ്യം വേണമെങ്കിൽ അതിന് കൃത്യമായിട്ട് ഇടവേളകളിൽ ഫോളിയറായിട്ടും മണ്ണിൽ വളമായിട്ടും ഒക്കെ കൊടുക്കണം. ആ പരിപാടികളാണ് ഇപ്പം നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. പച്ചപ്പെന്ന് പറഞ്ഞാൽ ഇതാണ് പച്ചപ്പ്. കരിമ്പച്ച കളറാണ് ഈ മാർച്ച് മാസത്തിൽ മഴ കിട്ടാത്ത സ്ഥലത്ത്. അത് ഇതുവരെ ഉണ്ടായിരുന്ന വെള്ളമൊക്കെ കൊടുത്തു. വെള്ളം തീർന്നു. വെള്ളം 2 ദിവസം കൂടുമ്പോഴൊക്കെയോ കുറേശ്ശെ വെള്ളം ഊറി വരുന്നുള്ളൂ. ഉള്ള വെള്ളം കൊണ്ട് ചെടി എങ്ങനെ PRSും സിലിക്കായും ഈ മിത്ര ബാക്ടീരിയയും എല്ലാം കൊടുത്ത് പിടിച്ചു നിർത്താം എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണ് ഈ തോട്ടം. ഞാൻ പിന്നെ ഇപ്പം ഈ വലിയ മരമുണ്ട്, ഒത്തിരി വലിയ മരം. അത് മഴയായി കഴിഞ്ഞാൽ കയറ്റമൊന്നും നടക്കുകയില്ല. അതിൻ്റെ ആ തളുപ്പ് അങ്ങ് ഭയങ്കരമായിട്ട് അടഞ്ഞു നിൽക്കുക. അതങ്ങ് അതിൻ്റെ തളുപ്പങ്ങ് കളയുവാണ്. അതിന് വേണ്ടി ഇവിടുത്തെ ചെടി ഒന്ന് കെട്ടി വെച്ച് ഈ വെയിലത്ത് കളയുന്നതിനോട് യോജിപ്പില്ല. പിന്നെ ഈ ചെടി മഴയൊക്കെ ആയി കഴിയുമ്പോൾ വലിയ മരത്തെ കയറ്റം നടക്കുകയില്ല. അന്നേരം ഈ ചെടിക്ക് ഒത്തിരി തണ്ടിനെല്ലാം കട്ടിയാകും, ഭയങ്കരമായിട്ട് ഒടിയുകയും ചെയ്യും. അതുകൊണ്ട് ഇപ്പോൾ അങ്ങ് പിടിച്ച് കെട്ടി വെച്ച് അങ്ങ് കോതി വിടുകയാണ്. അത്ര വലിയ മരമാണ്. അത് നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന ചെടിയെ എല്ലാം ഈ വേനൽക്കാലത്തും ഒക്കെ ആയിരിക്കും. മഴക്കാലം ആയി കഴിയുമ്പോൾ കാപിടുത്തവും കാണത്തില്ല, ഒന്നുമില്ല. ചെടി മൊത്തത്തിൽ ഡൗണായി പോവും. അതുകൊണ്ട് ഇപ്പം അങ്ങ് വെട്ടുകയാണ് ഈ വലിയ മരങ്ങൾ നോക്കി.